യുവരാജ്, അല്പസമയം മുമ്പാണ് കോഴിക്കോട് മുതലക്കുളത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗം നടന്നത്. അതിൽ പാർട്ടി സെക്രട്ടറി പറയുന്ന കാര്യം വീണയുടെ കേസിൽ ഇടപെടില്ല, ആ കമ്പനിയായി തന്നെ നിയമപരമായി നേരിടട്ടെ എന്നാണ്. മുഹമ്മദ് റിയാസിലേക്കും അതുപോലെ നിഖിലിലേക്കുമൊക്കെ അന്വേഷണം എത്തി നിൽക്കുന്നു, പിണറായിയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന ഘട്ടം നമുക്കറിയാം. അപ്പോൾ റിയാസിനെതിരെ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ പാർട്ടി നോക്കി നിൽക്കില്ല, അതിനെയൊക്കെ അങ്ങ് പ്രതിരോധിക്കുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. എന്താണ് CPM-ന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കേണ്ടത്? അല്ല, പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചീമുട്ടയായിട്ട് പോയ ആൾക്കാർ മുഴുവൻ അവസാനം കയ്യും കാലും ഇട്ട് അടിച്ച് നിലവിളിച്ച് നെട്ടോട്ട് ഓടുന്നത് നമ്മളെല്ലാവരും കണ്ടത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിരോധങ്ങളാണ് എന്നുണ്ടെങ്കിൽ സുസ്വാഗതം എന്ന് മാത്രമേ അദ്ദേഹത്തോട് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു കാര്യം, വീണയുടെ കമ്പനിക്ക് നേരെ എന്ത് പ്രശ്നമുണ്ടായാലും കുഴപ്പമൊന്നുമില്ല, വീണയുടെ കമ്പനിക്ക് നേരെ അന്വേഷണങ്ങൾ നടക്കട്ടെ, പക്ഷേ മുഹമ്മദ് റിയാസിന് നേരെ ഉള്ള അന്വേഷണങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളെയോ അദ്ദേഹം എതിർക്കും. അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയനെതിരായിട്ടുള്ള അന്വേഷണങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പാർട്ടി ചെറുക്കും എന്നുള്ള നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇവിടെ വീണ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കമ്പനിക്ക് 2 കോടി രൂപയ്ക്ക് പുറത്ത് ഈ ലഭിച്ചിരിക്കുന്നത്, CMRL എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചൊരു സേവനവും നൽകാതെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഇന്ന് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും വ്യക്തതയുണ്ട്. ഈവൻ CPM-ന്റെ സ്വന്തം അണികൾക്ക് പോലും ആ കാര്യത്തിനകത്ത് വളരെ വ്യക്തതയുണ്ട്. ഒരു സേവനവും നൽകാതെയാണ്, അല്ലെങ്കിൽ എന്ത് സേവനം നൽകിയെന്ന് 2.5 വർഷമായിട്ട് ആൾക്കാർ മാറി മാറി ചോദിച്ചിട്ടും വാ മൂടിക്കെട്ടി കമാന്നൊരക്ഷരം മിണ്ടാതെ ഇരിക്കുന്നതല്ലാതെ എന്താണ് സേവനം നൽകിയതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവരാരും തയ്യാറാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഒന്നും നൽകാതെ ഈ 2 കോടി രൂപയ്ക്ക് പുറത്ത് വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി മേടിച്ചിരിക്കുകയാണ്, അവരുടെ കമ്പനി ത്രൂ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മേടിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് CMRL തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ചിട്ട് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ആ പൈസ കൊടുത്തിരിക്കുന്നത്. പിണറായി വിജയന് വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ മുൻപ് ഭരിച്ചിരുന്ന സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സൗജന്യങ്ങൾ അല്ലെങ്കിൽ വഴിവിട്ടിട്ടുള്ള സഹായങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കണമല്ലോ CMRL അങ്ങനെ ഒരു തുക വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് കമ്പനിയിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു സേവനവും നൽകാതെ. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കടന്നു വന്നിട്ടുണ്ട്, അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അത് ഏതെങ്കിലും ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി നടത്തിയിരിക്കുന്ന ഡീലല്ല, പകരം കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാർ, ആ സർക്കാരിൻ്റേതായ ഭാഗത്തു നിന്നുള്ളൊരു വഴിവിട്ട സഹായം ഈ പറയുന്ന കമ്പനിക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ വ്യക്തികൾക്ക് ലഭിച്ചതുകൊണ്ട് അവർ നൽകേണ്ടിയിരുന്ന കാശ് വൈറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഉഡായിപ്പ് സേവന സംവിധാനം ഉണ്ടാക്കിയിട്ട് ആ ഉഡായിപ്പ് സേവന സംവിധാനം വഴി ഇവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ബ്രൈബ് നടന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വിഷയം എന്ന് പറയുന്നത് മണി ലോണ്ടറിങ് മാത്രമല്ല, ബ്രൈബ് നടന്നിട്ടുണ്ട്. ഒരു കൈക്കൂലിയാണ് നൽകിയിരിക്കുന്നത്. ആ കൈക്കൂലി ഈ വഴി നൽകിയതോടുകൂടി അവിടെ മണി ലോണ്ടറിങ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് പോലെ അത്രയും നിഷ്കളങ്കമായിട്ടോ നിസ്സാരമായിട്ടോ ഉള്ള ഒരു വിഷയമല്ല ഇവിടെ നടന്നിരിക്കുന്നത്. ഇവരുടെ ഓവർ കോൺഫിഡൻസിൻ്റെ പുറത്ത് മാത്രമാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ ഈ സേവനം നൽകുന്ന സമയത്ത് ഇത്രയൊക്കെ പ്രശ്നമാകും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടി ഇവർക്ക് എഴുതി ചേർത്തിട്ട് അതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടാണ് എന്നെങ്കിലും വരുത്തി തീർക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ചെയ്യാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് കേസ് പോയി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് എന്താണ്, അത് 2 കമ്പനികൾ തമ്മിൽ, അല്ലെങ്കിൽ അവിടെയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നേനെ. നമുക്കറിയാമല്ലോ, ഈ കേസ് വെളിച്ചത്തിലേക്ക് വന്ന് നമ്മൾ ചർച്ച തുടങ്ങുന്ന സമയം മുതൽ CPM-ന്റെ പ്രതിനിധികൾ, ഇടതുപക്ഷ പ്രതിനിധികൾ എല്ലാവരും വന്നിരുന്നുകൊണ്ട് ആ സേവനം നൽകിയതാണ്. എന്നിട്ട് സേവനത്തിന് അവർ പേര് വിട്ടു, എന്തായിരുന്നു, മറ്റേ വിൻഡോസ് സോഫ്റ്റ്വെയർ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്, അൽഗോരിതം ടേബിളിൻ്റെ കാലൊടിഞ്ഞത് ശരിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പലതരത്തിലുള്ള ലോഗരിതം ടേബിളിൻ്റെ കാലൊടിഞ്ഞത് ശരിയാക്കി വെക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പല തരത്തിലുള്ള സേവനങ്ങളെക്കുറിച്ചിട്ട് കേരളത്തിന് മൊത്തം ക്ലാസ് എടുക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ അവർ ആ കമ്പനിയെ വല്ലാത്ത രീതിയിൽ ന്യായീകരിക്കാനും വീണക്കുഞ്ഞിനെ മാലാക കുഞ്ഞാക്കാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള എല്ലാ പരിശ്രമങ്ങളും അവർ നടത്തി. അതെല്ലാം നടത്തി പരാജയപ്പെട്ട് ഇനി അതൊന്നും നടക്കില്ല എന്നും അവർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിലും സ്വന്തം പാർട്ടിയുടെ അണികൾക്ക് മുമ്പിലും അപഹാസ്യരാണ് ആകുകയാണ് എന്ന് മനസ്സിലായപ്പോഴാണ് അവരിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾക്ക് വീണയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വീണയുടെ കമ്പനിയായി, അത് AKG സെൻറ്ററിൻ്റെ അഡ്രസ്സിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അയ്യോ എങ്കിൽ പിന്നെ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാണ്, അത് വേറെ അഡ്രസ്സ് കിട്ടാത്തത് കൊണ്ട് ആ കുട്ടിക്ക് പെൻഷൻ കാശിലാണല്ലോ കമ്പനി തുടങ്ങിയത്, അപ്പോൾ പെൻഷൻ കാശ് തികഞ്ഞില്ല, എന്തിനായിരുന്നു, പുറത്തൊരു മുറി എടുക്കാൻ വേണ്ടിയിട്ട് പെൻഷൻ കാശ് തികയാത്തത് കൊണ്ട് മാത്രം AKG സെൻറ്ററിൻ്റെ ഒരു മുറിയുടെ അഡ്രസ്സ് വെച്ചിട്ട് ആ കമ്പനി തുടങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ശരി തന്നെയാണ്, അത്ര നിഷ്കളങ്കമായിട്ടോ അത്ര നിസ്സാരമായിട്ടല്ല ഗോവിന്ദൻ മാസ്റ്റർ കരുതുന്ന പോലെ ആ കേസ് പോകുന്നത്. ആ കേസിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള സേവനങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്, അതിൻ്റെ പുറകിൽ ബ്രൈബുണ്ട്, അതിൻ്റെ പുറകിൽ മണി ലോണ്ടറിംഗ് ഉണ്ട്. യെസ്.